ചേർത്തല നിയമസഭാ മണ്ഡലം. എ.കെ. ആന്റണി മുതൽ കെ.ആർ. ഗൗരിയമ്മ വരെയുള്ള വലിയ നേതാക്കൾ മത്സരിച്ച മണ്ഡലമാണ് ചരിത്രം തുടിച്ചു നിൽക്കുന്ന ചേർത്തല. കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് വയലാർ രവിയും CPIയുടെ ഐതിഹാസിക നേതാവ് C.K. ചന്ദ്രപ്പനും പരസ്പരം മത്സരിച്ച് തോൽക്കുകയും ജയിക്കുകയും ചെയ്ത മണ്ഡലം. കഥ ഇതുവരെ. LDF ആയാലും UDF ആയാലും കുഴപ്പമില്ലെന്ന ധാരണയുള്ള മണ്ഡലമാണ് ചേർത്തല. കേരള പിറവിക്കു ശേഷം ഇതുവരെ 9 തവണ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നു നിന്ന ചേർത്തല 5 തവണ UDFുമായും ഒത്തുനിന്നു. കോൺഗ്രസിലെ വയലാർ രവി CPIയിലെ C.K. ചന്ദ്രപ്പനെ തോൽപ്പിച്ച മണ്ഡലം. C.K. ചന്ദ്രപ്പൻ വയലാർ രവിയെ തോൽപ്പിച്ചതും ഇവിടെ തന്നെ. മണ്ഡലത്തിലെ ആദ്യ 2 തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിയ കെ.ആർ. ഗൗരിയമ്മ തകർന്നടിഞ്ഞതും ഇവിടെ വെച്ചാണ്. കോൺഗ്രസിനെയും CPMനെയും മറികടന്ന് കേരള കോൺഗ്രസിലെ CL ജേക്കബ് വിജയിച്ചതിനും സാക്ഷിയായ ചേർത്തല ആരെയും അട്ടിമറിക്കാൻ കെൽപ്പുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ്. 1957 നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ സുബ്രഹ്മണ്യൻ പിള്ളയെ തോൽപ്പിച്ച സാക്ഷാൽ കെ.ആർ. ഗൗരിയമ്മ 1960 നടന്ന അടുത്ത തെരഞ്ഞെടുപ്പിലും പിള്ളയെ തോൽപ്പിച്ചുകൊണ്ട് മണ്ഡലത്തിന് കടുത്ത ചുവപ്പ് പകർന്നു നൽകി. പക്ഷേ 65 കോൺഗ്രസിലെയും CPMലെയും സ്ഥാനാർത്ഥികളെ പറപറപ്പിച്ച് കേരള കോൺഗ്രസിലെ CL ജേക്കബ് വിജയം കണ്ടു. 67 NB തണ്ടാരിലൂടെ മണ്ഡലം തിരിച്ചുപിടിച്ച CPM 70 A.K. ആന്റണിക്കെതിരെ തണ്ടാരെ വീണ്ടും കളത്തിലിറക്കിയെങ്കിലും വിജയിച്ചില്ല. കേവലം 360 വോട്ടിന് ആന്റണി കടന്നുകൂടി. 77 കോൺഗ്രസിലെ M.K. രാഘവനോടും തണ്ടാർ പരാജയം ഏറ്റുവാങ്ങി. 80 CPIയിലെ PS ശ്രീനിവാസൻ ജനതാ പാർട്ടിയിലെ ജേക്കബ് മാത്തനെ തോൽപ്പിച്ചു. 2 വർഷത്തിനു ശേഷം നടന്ന അടുത്ത തെരഞ്ഞെടുപ്പിൽ വയലാർ രവിയെ രംഗത്തിറക്കി കോൺഗ്രസുകാർ PS ശ്രീനിവാസനെ തോൽപ്പിച്ചു. 87 രവി CPI നേതാവ് C.K. ചന്ദ്രപ്പനെ തോൽപ്പിച്ചപ്പോൾ 91 C.K. ചന്ദ്രപ്പൻ രവിയെ വീഴ്ത്തി. 96 A.K. ആന്റണിയെ രംഗത്തിറക്കിയാണ് C.K. ചന്ദ്രപ്പനിൽ നിന്ന് കോൺഗ്രസുകാർ മണ്ഡലം തിരിച്ചുപിടിച്ചത്. 2001 ആന്റണി ചന്ദ്രപ്പനെ തോൽപ്പിച്ചു. 2006 P. തിലോത്തമനെ പരീക്ഷിച്ച CPI കോൺഗ്രസിലെ C.K. ഷാജി മോഹനെ അടിയറവ് പറയിച്ചു. ചേർത്തലയുടെ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം ചേർത്തലയുടെ ജനപ്രതിനിധിയായി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ എനിക്കായിട്ടുണ്ട്. 2006 മത്സരിക്കുന്ന സന്ദർഭത്തിൽ ചേർത്തല നിയോജകമണ്ഡലം ചേർത്തല തെക്ക് പഞ്ചായത്ത് മുതൽ പെരുമ്പളം വരെ ഉള്ള വളരെ വിപുലമായ ഒരു ഏരിയ ചേർത്തല വടക്ക് ഭാഗം ചേർന്നുള്ളതായിരുന്നു. അന്നാണ് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സന്ദർഭമുണ്ടായത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിലുള്ള സന്ദർഭം. ആ സന്ദർഭത്തിലെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഒരു ജില്ലയ്ക്ക് ഒരു IT പാർക്ക് എന്നത് ആലപ്പുഴ ജില്ലയ്ക്ക് 2 IT പാർക്ക് എന്നത് യാഥാർത്ഥ്യമാക്കാൻ ചേർത്തലയുടെ ജനപ്രതിനിധി എന്ന രൂപത്തിൽ എൻ്റെ ഇടപെടലുകൾക്ക് കഴിഞ്ഞു. 2011 അരൂരിൽ നിന്ന് ചേർത്തലയിലെത്തിയ JSSലെ കെ.ആർ. ഗൗരിയമ്മയെ 18,315 വോട്ടിന് തോൽപ്പിച്ചുകൊണ്ട് P. തിലോത്തമൻ വോട്ടർമാർക്കിടയിലുള്ള തന്റെ സ്വാധീനം നേതൃത്വത്തിന് ബോധ്യമാക്കി കൊടുത്തു. തിലോത്തമൻ 86,193 വോട്ട് നേടിയപ്പോൾ UDF സ്ഥാനാർത്ഥിയായിരുന്ന കെ.ആർ. ഗൗരിയമ്മ 67,878 വോട്ടാണ് നേടിയത്. NDA സ്ഥാനാർത്ഥി P.K. ബിനോയ് 5,933 വോട്ടാണ് നേടിയത്. UDF 41.83%, LDF 53.11%, NDA 3.66% വോട്ട് നേടി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന K.C. വേണുഗോപാൽ ചേർത്തല മണ്ഡലത്തിൽ നിന്ന് 76,747 വോട്ട് നേടിയപ്പോൾ LDFന്റെ CB ചന്ദ്രബാബു നേടിയത് 75,398 വോട്ടാണ്. NDA സ്ഥാനാർത്ഥിയായിരുന്ന പ്രൊഫസർ A.V. താമരാക്ഷന് ചേർത്തലയിൽ നിന്നും ലഭിച്ചത് 6,149 വോട്ട് മാത്രമാണ്. വയലാർ രക്തസാക്ഷികളുടെ ബലികുടീരങ്ങൾ സ്പന്ദിച്ചു നിൽക്കുന്ന ചേർത്തലയുടെ രാഷ്ട്രീയ ചരിത്രമാണ് നാം പരിശോധിച്ചത്. ഇനി ഇത്തവണത്തെ മത്സരരംഗം കളിക്കളം. CPIയുടെ P. തിലോത്തമൻ ഹാട്രിക് വിജയത്തിനാണ് ഇത്തവണ ചേർത്തലയിൽ ഇറങ്ങിയിരിക്കുന്നത്. കോൺഗ്രസ് ആകട്ടെ പുതിയൊരു പരീക്ഷണം നടത്തുന്നു. യുവാവായ അഡ്വക്കേറ്റ് ശരത്തിനെ രംഗത്തിറക്കിയിരിക്കുന്നു.
BDJSന്റെ സ്ഥാനാർത്ഥിയായി PS രാജീവും രംഗത്തുണ്ട്. മൂന്നാം വിജയം ലക്ഷ്യമിട്ട് പി തിലോത്തമൻ വീണ്ടും ഇറങ്ങിയപ്പോൾ യുവത്വത്തിന്റെ പ്രതിനിധിയെയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് S ശരത്തിനെ. വികസന പ്രവർത്തനങ്ങൾ LDF ഉയർത്തിക്കാട്ടുമ്പോൾ വികസന മുരടിപ്പാണ് UDFന്റെ പ്രചാരണായുധം. ഇരു മുന്നണികളെയും ആശങ്കയിലാക്കി BDJS സ്ഥാനാർത്ഥി PS രാജീവ് ശക്തമായി രംഗത്തുണ്ട്. 30 വർഷത്തോളം റവന്യൂ വകുപ്പ് ജീവനക്കാരനായിരുന്ന രാജീവ് ചേർത്തല തഹസിൽദാരായാണ് വിരമിച്ചത്. രാജീവിന്റെ ജനകീയ പരിവേഷം മുതൽക്കൂട്ടാവും എന്ന പ്രതീക്ഷയിലാണ് NDA നേതൃത്വം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ ഒരു മാറ്റത്തിൻ്റെ കാറ്റ് അടിക്കുന്നൊരു കാലാവസ്ഥയിലാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. ഒരു പരിധിവരെ ഈ മുന്നണിക്കോട് ശക്തിയില്ല എന്ന ആരോപണത്തെ കടത്തിവിടാൻ കഴിയുന്ന സ്ഥലത്തിലാണ് ജനങ്ങളുടെ പ്രതികരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ BDJS ഉദയം ചെയ്തിരുന്നെങ്കിൽ പോലും ഞങ്ങളുടെ ഘടകകക്ഷിയായ BJPക്ക് ഈ മണ്ഡലത്തിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ 25,000-ന് മേലെ വോട്ട് ലഭിച്ചിട്ടുണ്ട്. BDJSന് ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെയും പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി നാടൻ നിലയിൽ ഏറ്റവും അധികം പ്രവർത്തന മുന്നേറ്റമുണ്ടായ ഒരു മണ്ഡലമാണ് ഇവിടെ 15,000-ന് മേൽ അംഗങ്ങളെ ഈ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ചേർക്കുവാൻ നമ്മുടെ പ്രബുദ്ധരായ കരുത്തരായ ഇവിടുത്തെ BDJSന്റെ പ്രവർത്തകർ കഴിഞ്ഞിട്ടുണ്ട്. ചേർത്തലയിൽ ഇത്തവണ മത്സരത്തിന് വാശി കൂടുതലാണ്. ഇടതുമുന്നണിയുടെയും വലതുമുന്നണിയുടെയും കണക്കുകൂട്ടലുകളെ തെറ്റിക്കാൻ കരുത്തുള്ള സ്ഥാനാർത്ഥിയാണ് BDJSന്റെ രാജീവ്. ഫലം എന്താവുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നത്. ആലപ്പുഴ ജില്ലയിലെ പ്രധാന മണ്ഡലങ്ങളിലൂടെയുള്ള പോൾ ഡയറിയുടെ യാത്ര അടുത്ത ദിവസം തുടരും.